വിവാദ സിനിമ കേരള സ്റ്റോറി ആരും കാണുന്നില്ല എന്നത് നല്ല കാര്യമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സിനിമകളെയും മാധ്യമങ്ങളെയും പ്രൊപ്പഗാൻഡകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. കേരളം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Well, the good news is that Kerala stories, the halls seem to be empty and nobody's really watching it. And it shows you that there are people, the majority of this country have an understanding of what's what, have an understanding of what Kerala is and Kerala's traditions and cultures. Movies, TV, media has been weaponized. ഇടുക്കി കുട്ടിക്കാനം മരിയൻ കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോഴാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. വിപിൻ സി വിജയൻ കുട്ടിക്കാനത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? അമൃത, കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള തന്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. അതിൽ എടുത്തു പറയേണ്ടത് ഈ സിനിമ ആരും കാണുന്നില്ല എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ്. അങ്ങനെ ഭരണകൂടം ഒരു പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്യുന്നു, ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതിന് സിനിമകളെയും മാധ്യമങ്ങളെയും കൃത്യമായി തന്നെ ഉപയോഗിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കാണുന്നത്. അതിനുവേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ കേരളം എന്താണ് എന്നുള്ളത് ആളുകൾക്കറിയാം. ഇവിടെയുള്ള ഓരോ സ്നേഹവും ആളുകൾക്കറിയാം. പരസ്പരം എത്രത്തോളം ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നുള്ളത് അറിയാം. അദ്ദേഹം വയനാടിനെ കൂടി ഉദാഹരിക്കുന്നുണ്ട്. അത്ര വലിയ ദുരന്തം നടന്നിട്ടും പരസ്പരം സഹായിച്ചും ഒരുമിച്ചും നമ്മൾ മുന്നോട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ അത് തകർക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മരിയം കോളേജിൽ ഈ വിദ്യാർത്ഥികളുമായി സംവദിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഇന്ന് കുട്ടിക്കാനത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ താമസം. അതിനുശേഷം നാളെ രാവിലെ അദ്ദേഹം കൊല്ലത്തേക്ക് തിരിക്കും. കൊല്ലത്ത് വെച്ചായിരിക്കും പിന്നീട് അടുത്ത ഒരു പരിപാടി ശിവഗിരി മഠത്തിൽ അദ്ദേഹം സന്ദർശിക്കുന്ന പരിപാടി ഉണ്ടാവുക. ഇപ്പോൾ മരിയൻ കോളേജിൽ വെച്ച് ഇപ്പോൾ രൂപതാ ബിഷപ്പ്, കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പായിട്ടുള്ള മാർ ജോസ് പുളിക്കലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇത് രൂപതയുടെ തന്നെ ഒരു കോളേജാണ്. പക്ഷെ അതിലൊരു അസ്വാഭാവികതയല്ല. സ്വാഭാവികമായിട്ടും അവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. മറ്റൊന്നുള്ളത്, അദ്ദേഹത്തിന് കൂടെ ഇവിടെ KC വേണുഗോപാലും ഡീൻ കുര്യാക്കോസുമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സീറ്റ് തർക്കങ്ങൾക്കൊക്കെ ഇടയിൽ കൂടിയാണ് വളരെ രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സന്ദർശനം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. 11-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്താൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദർശനം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള അദ്ദേഹം പിന്നീട് കൊല്ലത്തേക്ക് എത്തുകയും അവിടെ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും സമാഗമിച്ചതിന്റെ 100ാം വാർഷികം അതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മരിയൻ കോളേജിലെത്തുകയും വിദ്യാർത്ഥികളുമായി സംവദിച്ച് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. നാളെ പുതുയുഗയാത്ര, അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ സമാപനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഈ ഒരു തർക്കവും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വേളയും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്ന ഒരു ഊർജ്ജം ചെറുതല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം ഉള്ളത്. നാളെ വൈകിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്യും. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.